ഹലോ! എല്ലാവർക്കും സുഖാണോ? ഞാനിവിടെ സുഖായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് മെയിനായിട്ട് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, എല്ലാവർക്കും അറിയാം ഞാൻ ലോഗോ കണ്ട് കണ്ട് എല്ലാവരും വന്നിട്ടുണ്ടാകും. എല്ലാവർക്കും അറിയണായിരിക്കും. എന്റെയും ആ ബിഎസ്എഫിലെ ചേട്ടന്റെയും കല്യാണം. ഞാൻ ഇപ്പൊ ഒരു 3, 4 ദിവസമായി വീട്ടിലെത്തിയിട്ട് ലീവ് എടുത്ത് വന്നു. ഒരു 10 ദിവസത്തെ ലീവ് ഉണ്ട്. അപ്പോ ഞാൻ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഞാനും ആ ചേട്ടനും മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെയും മെസ്സേജ്. ചേച്ചി കല്യാണം എപ്പോഴാ? ചേട്ടന്റെ കൂടിയാണോ കല്യാണം? അവനും അതുപോലെ മെസ്സേജ് അയക്കും. ചേച്ചിയുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണോ? എന്താണ് അവസ്ഥ? കല്യാണം എപ്പോഴാണ് ഉണ്ടാവുക? അപ്പൊ ഇന്ന് ഞാൻ ആ കാര്യത്തിനെ പറ്റിയിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക്. എന്താണ് ഞാനും ആ ചേട്ടനും തമ്മിലുള്ള റിലേഷൻ. ആദ്യം ഞങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്ന് പറയും. ഞങ്ങള് ഞാൻ ഡിഗ്രി ചെയ്യുന്ന ടൈമില് അതേ കോളേജിൽ അതേ ക്ലാസ്സിൽ എന്റെ കൂടെ പഠിച്ച ആളാണ് ഈ രാംജിത്ത്. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ആയിരുന്നു എന്നല്ല, ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ്. എന്ത് കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യും. എന്ത് കാര്യത്തിനും വിളിക്കാം, എപ്പോ വിളിച്ചാലും കോൾ അറ്റൻഡ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ആളാണ് ഈ രാംജിത്ത്. രാംജിത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഗ്യാപ്പ് ഫീൽ ചെയ്യും. രാമൻ, ഞങ്ങൾ എല്ലാവരും ആളെ രാമൻ എന്നാണ് വിളിക്കുക. രാമൻ ചേട്ടന് ഒരുപാട് പെൺകുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ചേട്ടാ കല്യാണം എപ്പോഴാണ്? കല്യാണം എപ്പോഴാണ്? ചേച്ചിയുടെ കൂടിയാണോ? കീർത്തന ചേച്ചിയുടെ കൂടിയാണോ കല്യാണം എന്ന് ചോദിച്ചിട്ട് SSB BSF ഒരുപാട് പേജിൽ ആ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത സമയത്ത് ഏതൊക്കെയോ ഈ ആർമിയുടെ ഏതൊക്കെയോ പേജിലൊക്കെ വന്നിട്ടുണ്ട് ആ ഫോട്ടോസ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം മറന്നേ. ഞങ്ങള് ഡിഗ്രി ടൈമിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. പിന്നെ 3 കൊല്ലം അവിടെ തന്നെ കോളേജിൽ അടിച്ച് പൊളിച്ച് എല്ലാം, എന്താ പറയാ, എല്ലാ കച്ചറക്കളിയും എല്ലാം കളിച്ച് നടന്ന്. അതിനുശേഷം 2018 ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. രാമനും എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് ഞാനും പാസ്സായി, എക്സാം പാസ്സായി, അവനും എക്സാം പാസ്സായി. മെഡിക്കൽ കിട്ടി, അല്ല ഫിസിക്കൽ കിട്ടി. അതിനുശേഷം മെഡിക്കൽ കിട്ടി. മെഡിക്കലിന്റെ ടൈമിൽ ഞാൻ പാസ്സായി, രാമന് അൺഫിറ്റ് കിട്ടി. വെയിറ്റിന്റെ എന്തോ കാര്യത്തിൽ അൺഫിറ്റ് കിട്ടി. അങ്ങനെ ഞാൻ കയറിപ്പോയി. എനിക്ക് SSB കിട്ടി. എന്റെ ട്രെയിനിങ്ങും കഴിഞ്ഞ് ഞാൻ പോസ്റ്റിംഗ് ആയി. ആ സമയത്താണ് രാമന് പിന്നെയും കേസൊക്കെ കൊടുത്തിട്ട് പിന്നെ അവൻ ഫിറ്റായി. എന്നിട്ട് അവന് BSF കിട്ടി. ഞാൻ പോസ്റ്റഡ് ആയ സമയത്താണ് അവൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കാണലില്ല. ഞാൻ നാട്ടിൽ വരുമ്പം അവന് ലീവ് ഉണ്ടാവില്ല, അവൻ വരുന്നതിന് ഞാൻ ലീവ് ഉണ്ടാവില്ല. അങ്ങനെ കുറെ ലീവ് അങ്ങനെ പോയി. അവന്റെ ട്രെയിനിങ്ങും കഴിഞ്ഞ് പിന്നെ അങ്ങനെ എല്ലാം പോയി. അതിനുശേഷം അതിനുശേഷം ഒരു തവണ ഞാൻ ലീവിന് വന്ന സമയത്ത് രാമനും കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ കയ്യിലും യൂണിഫോം ഉണ്ടായിരുന്നു, രാമന്റെ കയ്യിലും യൂണിഫോം ഉണ്ടായിരുന്നു. എന്നാൽ നാട്ടിലേക്ക് വരുമ്പോൾ അലക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കൊട്ട യൂണിഫോം ആയിട്ട് വരുമല്ലോ. അങ്ങനെ ഞാനും യൂണിഫോം എടുത്തിട്ട് വന്നു, രാമനും യൂണിഫോം എടുത്തിട്ട് വന്നു. ആ സമയത്താണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ടായ വിധു വഴി ശോഭിത ചേച്ചിനെ പരിചയപ്പെടുന്നത്. ശോഭിത ചേച്ചി പറഞ്ഞു നമുക്ക് ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാം, ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ചേച്ചി പറഞ്ഞത് നോർമൽ ഡ്രസ്സിലായിരുന്നു. അപ്പോ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കിട്ടാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാ പിന്നെ യൂണിഫോം ഇട്ടിട്ടുള്ള ഫോട്ടോ ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പൊ ചേച്ചി പറഞ്ഞു ഓക്കെ, അത് സെറ്റ് ആയിരിക്കും, എന്നാ പിന്നെ യൂണിഫോം ഇട്ടുള്ള ഫോട്ടോ ചെയ്യാവുന്ന. അങ്ങനെ ഞാൻ രാമനോടും പറഞ്ഞു. അപ്പൊ രാമനും പറഞ്ഞു ശരി, എന്നാ നമുക്ക് രണ്ടുപേർക്കും ചെയ്യാം. അങ്ങനെ രണ്ടുപേരും ഫോട്ടോ എടുത്തു, ഫോട്ടോ അപ്ലോഡ് ചെയ്തു, ഫോട്ടോ വൈറലായി ഒരുപാട് പേജസിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് പേജസിൽ വന്നു. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, അയ്യോ നിങ്ങളുടെ കല്യാണമാണോ, സേവ് ദ ഡേറ്റ് ആണോ, എൻഗേജ്മെന്റ് ആണോ, ഒന്നും പറയണ്ട. എല്ലാവരും, ഒരുപാട് ആൾക്കാർ മെസ്സേജ് വന്നു. അങ്ങനെ ക്യാമ്പിലുള്ള ആൾക്കാർ ഫോട്ടോ കണ്ടു, അവന്റെ ക്യാമ്പിലുള്ള ആൾക്കാർ ഫോട്ടോ കണ്ടു. എല്ലാരും ഇപ്പോഴും കുറെ ആൾക്കാർ വിചാരിക്കുന്നത് എന്റെയും രാമന്റെയും കല്യാണമാണെന്ന്. എന്നാൽ ഇപ്പൊ ഞാൻ പറയുന്നു, ഞാനും രാമനും പ്യുവർ ഫ്രണ്ട്സ് ആണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങളുടെ ഇടയിൽ ഒന്നും ഇല്ല. ആ സമയത്ത് ഞങ്ങളെ അറിയുന്ന കുറച്ച് ആൾക്കാര് പറഞ്ഞു, എന്നാ പിന്നെ എന്തായാലും എല്ലാവരുടെയും ഇങ്ങനെയാണല്ലോ സംസാരിക്കുന്നത്, എന്നാ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ ഞങ്ങൾ കെട്ടിക്കൂടെ? അങ്ങനെ കെട്ടണമെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും വേണ്ടേ? ആ ഒരു തോന്നല് വേണ്ടേ? തോന്നലുണ്ടെങ്കിലല്ലേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. ആ ഒരു തോന്നൽ ഇതുവരെ വന്നില്ല. വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കായിരുന്നു, പക്ഷെ ആ തോന്നൽ വന്നില്ല. ഇപ്പൊ എനിക്കും കല്യാണം നോക്കുന്നുണ്ട്, രാമനും കല്യാണം നോക്കുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ ചെയ്തത് കൊണ്ട് എല്ലാരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല, എല്ലാരും ഈ വീഡിയോ കാണാൻ പോകുന്നില്ല, ഇതൊക്കെ എനിക്കറിയാം. എന്നാലും ഒരു ക്ലാരിഫിക്കേഷൻ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നവര് മനസ്സിലാക്കും. ഞാനും രാമനും തമ്മിൽ ഒന്നുമില്ല, ഞങ്ങൾ വെറും ഫ്രണ്ട്സ് ആണ്.
രാമൻ ഇപ്പൊ നല്ലോണം കല്യാണം നോക്കുന്നുണ്ട്. കല്യാണാലോചനകൾ സ്വീകരിക്കുന്നു പെൺകുട്ടികള്. നല്ല നല്ല പെൺകുട്ടികള് രാമൻ ചേട്ടന് മെസ്സേജ് അയക്കുക. ആവുമ്പോ രാമൻ ചേട്ടൻ ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഓരോ വീഡിയോസ് ഒരിക്കലും ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോ എന്തോ അവൻ യെസ് പറഞ്ഞു, ആർമി ഫൗജി യെസ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് വെറും കണ്ടന്റ്. ഇന്നലെ ഞാന് ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അനിയന് ഫോൺ എടുക്കാൻ വേണ്ടിട്ട്. ആ സമയത്ത് അവിടുന്ന് എന്നോട് ചോദിച്ചു, ചേച്ചി കല്യാണത്തിന് വേണ്ടി വന്നതാണോ? ഞാനിടുന്ന വീഡിയോയിൽ വെറും കണ്ടന്റ് മാത്രമാണ്. എന്തായാലും കല്യാണം ഉള്ള സമയത്ത് ഞാൻ എല്ലാരെയും അറിയിക്കുന്നതായിരിക്കും. കല്യാണം ഉണ്ടെന്നല്ല. ആരുമായിട്ടാണ് കല്യാണം? ഇനി ആർമിക്കാരനായിട്ടാണോ, BSF കാരനായിട്ടാണോ, ആരുമായിട്ടാണ് കല്യാണം ഉണ്ടാകുന്നത് ഞാൻ പറയും. ഇപ്പൊ ഈ ഒരു കാര്യം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാരും വീട്ടിൽ സുഖായിട്ടിരിക്കുക. ഞാനും സുഖായിട്ടിരിക്കുക. എന്നാ പിന്നെ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.